മിസ് ഇംഗ്ലീഷ് ഇല്ല നോട്ട്സ്? ഇംഗ്ലീഷ് ഉണ്ട്. ഇംഗ്ലീഷ് ഞാൻ വിട്ടുന്നില്ല അല്ലെ, മറന്നിട്ടോ. എന്നാലും എന്നാ ഞാൻ ഇംഗ്ലീഷും കൂടി വിടാം. മിസ് ടെക്സ്റ്റ് ബുക്ക് ഏതാണ്? ഇംഗ്ലീഷിലാ? എന്താ ടെക്സ്റ്റ് ബുക്ക് ഏത് ലാംഗ്വേജിലാ? മലയാളത്തിലാണ്. അത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അങ്ങനെ. ഞാൻ ഓരോ അല്ല എനിക്ക് അവിടുന്ന് വാങ്ങാൻ വേണ്ടിട്ടാ. ഇംഗ്ലീഷിലല്ല, മലയാളത്തിലാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഉള്ളത്. അതിനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്ലേവേ മെത്തേഡ്, കിൻഡർ ഗാർഡൻ മെത്തേഡ്, മോണ്ടിസോറി മെത്തേഡ്, പ്രൊജക്ട് മെത്തേഡ്, ഡാൾട്ടൺ മെത്തേഡ് ഇവിടെ വരെ എടുത്തു എന്നാണ് എന്റെ തോന്നല്. ഇവിടെ വരെ എടുത്തില്ലേ? ഇയാൾ അതിന്റെ ഇടയിൽ ലിവ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അല്ലെ? വേറെ ഞാൻ ലാസ്റ്റ് ഉണ്ടായിട്ടില്ല മിസ്. ഓക്കെ, അപ്പോ ഡാൾട്ടൺ മെത്തേഡ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഏത് ബുക്കാ ഉള്ളത് ഇപ്പോ? മിസ് എന്റെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ല. ഞാൻ ഇത് നോട്ട്സ് എഴുതുന്ന ഇതാ ബുക്ക് എടുത്ത് വെച്ചത്. നോട്ട്സ് ആണ് അല്ലേ? അത് ശരി. ഓക്കെ, അപ്പം ഇത്രയും മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. 1 2 3 4 5 മെത്തേഡ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 5 മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ആണ്. എന്താണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്? ഏതാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണ രീതി എന്നാണ് അർത്ഥം. എന്താണ് അന്വേഷണ രീതി? ഹ്യൂറിസ്റ്റിക് മെത്തേഡ് അന്വേഷണ രീതി. ഓക്കെ, അന്വേഷിച്ച് കണ്ടെത്തുക, അത് തന്നെയാണ് സംഭവം അതിൽ പറയുന്നത്. സ്വന്തം അന്വേഷണ ബുദ്ധിയുടെയും പരിശ്രമത്തിന്റെയും ഫലമായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന രീതി നിർദ്ദേശിച്ചത് പ്രൊഫസർ ആംസ്ട്രോങ് ആണ്. അപ്പൊ ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആരാണ്? പ്രൊഫസർ ആംസ്ട്രോങ്. ഹ്യൂറിസ്റ്റിക് മെത്തേഡിന്റെ ഉപജ്ഞാതാവ് പ്രൊഫസർ ആംസ്ട്രോങ് ആണ്. ആംസ്ട്രോങ്. എന്താണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സ്വന്തം അന്വേഷണ ബുദ്ധിയുടെയും പരിശ്രമത്തിന്റെയും ഫലമായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന രീതിക്ക് വിളിക്കുന്ന പേരാണ് എന്ത്? ഹ്യൂറിസ്റ്റിക് മെത്തേഡ് അഥവാ അന്വേഷണ രീതി. സ്വന്തം അന്വേഷണ ബുദ്ധിയുടെയും പരിശ്രമത്തിന്റെയും ഫലമായിട്ട് ഒരു പ്രശ്നത്തിന് എന്ത് ചെയ്യാ? ഒരു പരിഹാരം എന്ത് ചെയ്യാ, അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതിക്ക് പറയുന്ന പേര്, അതാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് അഥവാ അന്വേഷണ രീതി. ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്ന രീതി, സ്വന്തം ബുദ്ധിയും ശക്തിയും കഴിവൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്ന രീതി. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത് അല്ലെ, സ്വന്തം ബുദ്ധിയും ശക്തിയൊക്കെ ഉപയോഗിച്ച് ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. ആംസ്ട്രോങ് ആണ് അതിന്റെ ഉപജ്ഞാതാവ്. ഒരു സ്വതന്ത്ര എഞ്ചിനീയറോ കണ്ടുപിടുത്തക്കാരോ ആയി കുട്ടിയെ കണക്കാക്കുക എന്നതാണ് ഈ രീതിയുടെ പ്രത്യേകത. നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളെ എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? വെറും കുട്ടികളായിട്ടല്ല നമ്മൾ കണക്കാക്കേണ്ടത്. അവരെങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? സ്വതന്ത്ര എഞ്ചിനീയറോ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആയിട്ടോ, അല്ലെങ്കിൽ ഒരു കണ്ടുപിടുത്തക്കാരനായിട്ടോ, അല്ലെ, ഒരു അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് കണ്ടുപിടുത്തം നടത്തുന്ന ആളായിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കുട്ടികളെ കാണേണ്ടത് എന്നാണ് പറയുന്നത്. അല്ലെ, നമ്മൾ പറയില്ലേ ഒരു കുട്ടി എന്ന് പറയുന്നത് ഒരു ഒഴിഞ്ഞ പാത്രമല്ല എന്ന് പറയും അല്ലെ. എന്തൊക്കെയോ കുട്ടിക്ക് അറിയാം. കുട്ടി ഒരു LKG ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് തന്നെ കുട്ടിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം. ഒന്നും അറിയാത്തൊരു വസ്തുവല്ല, അല്ലെങ്കിൽ ഒന്നും അറിയാത്തൊരു ഇതല്ല, ജീവനുള്ള ഒരു വസ്തുവല്ല കുട്ടി എന്ന് പറയുന്നത് അല്ലെ. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? നേടിയെടുക്കുന്നുണ്ട്. സ്വന്തം ഉത്തരവാദിത്വത്തിലും താല്പര്യത്തിലും തിരഞ്ഞെടുക്കുന്ന പഠനം അഥവാ പ്രവർത്തനം പൂർത്തിയാക്കുവാൻ അവൻ ശ്രമിക്കും. അപ്പൊ സ്വന്തം ഉത്തരവാദിത്വത്തിലും താല്പര്യത്തിലും ഒരു പഠനം തിരഞ്ഞെടുക്കുമ്പോൾ ആ കുട്ടിക്ക് എന്ത് ചെയ്യണം? അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആ കുട്ടി ശ്രമിക്കുക. അല്ല നമ്മൾ ഒരാളെ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് പൂർത്തീകരിക്കാൻ കുട്ടിക്ക് പറ്റൂല അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം നമ്മൾ കുട്ടികളോട് അത് ചെയ്യണം, ഇന്ന സമയത്തേക്ക് ചെയ്യണം, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് ചെയ്യാൻ കുറച്ച് മടി ഉണ്ടാവും. കുട്ടി സ്വയം അത് ഏറ്റെടുത്ത് സ്വയം ഉത്തരവാദിത്വത്തില് അല്ലെ, സ്വയം ഒരു ടൈമൊക്കെ നിശ്ചയിച്ച് എന്ത് ചെയ്യുക? തെരഞ്ഞെടുക്കുന്ന ഒരു പഠനമാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ആര് ശ്രമിക്കും? ഓട്ടോമാറ്റിക്കലി ആര് ശ്രമിക്കും? നമ്മുടെ കുട്ടികൾ ശ്രമിക്കും അല്ല. അവിടെ ഒരു ആളും കമ്പൽ ചെയ്യുന്നില്ല, ഫോഴ്സ് ചെയ്യുന്നില്ല. ആ ഫോഴ്സ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? കുട്ടി ചെയ്യും. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, നമ്മളൊരു കാര്യം കുട്ടികൾ ഇങ്ങനെ കൂടുതൽ നമ്മൾ കമ്പൽ ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല അല്ലെ. ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെടില്ല. അവർ സ്വയം മനസ്സോടെ, സ്വന്തം മനസ്സോട് കൂടി ചെയ്യുമ്പോഴോ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കളികളും ആകാം. ബാഹ്യമായ അടിച്ചേൽപ്പിക്കൽ ഇല്ലാത്തതിനാൽ നേട്ടങ്ങളിൽ കുട്ടിക്ക് അതിയായ സംതൃപ്തി ഉണ്ടാകും.
പ്രശ്നം നൽകിയ ശേഷം യാതൊരു നിർദ്ദേശവും നൽകാതെ വെറും കാഴ്ചക്കാരനായി മാത്രം അധ്യാപകൻ നിൽക്കുന്നു. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? അടിച്ചേൽപ്പിക്കലില്ല, ആരുടെയും കമ്പലിംഗ് ഇല്ല അല്ലെ. അടിച്ചേൽപ്പിക്കൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടിക്ക് നല്ല സംതൃപ്തി ഉണ്ടാവും. എന്താണ് സംതൃപ്തി ഉണ്ടാവാനുള്ള കാരണം? സ്വയം ചെയ്ത ഒരു പ്രവൃത്തിയായതുകൊണ്ട് അല്ലെ. അവിടെ ആ കുട്ടിയാണ് അതെല്ലാം ചെയ്യുന്നത്. വേറൊരാൾക്കും അവിടെ റോളില്ല. വേറെ ഒരാൾക്കും അവിടെ റോളില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ആ കുട്ടിക്ക് അവിടെ കൂടുതൽ റോൾ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു? അവിടെ ഭയങ്കരധികം സംതൃപ്തി ഉണ്ടാകുന്നു. അധ്യാപകന്റെ റോൾ എന്ന് പറയുന്നത് വെറും കാഴ്ചക്കാരനായിട്ട് അങ്ങനെ നിൽക്കുക എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ കണ്ട് കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് അധ്യാപകൻ എന്ത് ചെയ്യാം? വെറും കാഴ്ചക്കാരനായിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് അധ്യാപകൻ ചെയ്യേണ്ട കാര്യം. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹ്യൂറിസ്റ്റിക് മെത്തേഡിന്റെ ഉപജ്ഞാതാവ് പ്രൊഫസർ ആംസ്ട്രോങ്. ഫസ്റ്റ് പോയിന്റ്. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ നമ്മൾ പറയുക എന്താ? സ്വന്തം അന്വേഷണ ബുദ്ധിയുടെയും പരിശ്രമത്തിന്റെയും ഫലമായിട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന രീതിക്ക് പറയുന്ന പേരാണ് എന്ത്? ഹ്യൂറിസ്റ്റിക് മെത്തേഡ് അഥവാ അന്വേഷണ രീതി എന്ന് പറയാം. ഓക്കെ ആണോ? പിന്നെ എന്താണ് പറയുന്നത്? കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഒരു എഞ്ചിനീയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കണ്ടുപിടുത്തക്കാരനായിട്ടൊക്കെയാണ് നമ്മൾ കുട്ടികളെ കാണേണ്ടത് അല്ലെ. ഒരുപാട് കഴിവുകളുള്ള ആളായിട്ട് നമ്മൾ കുട്ടികളെ കാണണം അല്ലെ. അപ്പൊ സ്വന്തം ഉത്തരവാദിത്തത്തില് അല്ലെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നതിനെ കൊണ്ട്, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ പ്രവർത്തനം പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമം ആരുടെ ഭാഗത്തു നിന്നുണ്ടാവും? കുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാവും. അവിടെ ആരും കുട്ടി എന്ത് ചെയ്യുന്നില്ല? ഫോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ കമ്പൽ ചെയ്യുക ചെയ്യുന്നില്ല. എന്ത് ചെയ്യുന്നില്ല? കുട്ടീനെ അടിച്ചേൽപ്പിക്കുന്നില്ല. ഈ അടിച്ചേൽപ്പിക്കൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു? അതിയായ സംതൃപ്തി ഉണ്ടാവും അല്ലെ. അടിച്ചേൽപ്പിക്കൽ ഇല്ലാത്തത് കൊണ്ട് ആ നേട്ടം ഉണ്ടായി കഴിഞ്ഞാൽ ആ നേട്ടങ്ങളിൽ കുട്ടിക്ക് എന്തുണ്ടാവും? വളരെയധികം സംതൃപ്തി ഉണ്ടാവും. ഒരു ആത്മവിശ്വാസം കുട്ടിക്ക് കിട്ടും, ഒരു സംതൃപ്തി കിട്ടും. പിന്നെ പ്രശ്നം നൽകിയ ശേഷം അധ്യാപകന്റെ റോൾ എന്ന് പറയുന്നത് അവിടെ എന്ത് മാത്രമാണ്? ഒരു കാഴ്ചക്കാരനായിട്ട് അങ്ങനെ നിൽക്കുക എന്നുള്ളത് മാത്രം. എന്തൊക്കെയാണ് കുട്ടികൾ ചെയ്യുന്നത് എന്നുള്ളത് നോക്കി നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡിൽ ഒരു അധ്യാപകന്റെ അല്ലെങ്കിൽ ഒരു ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി നമ്മൾ പറയുന്നത് ബേസിക് എഡ്യൂക്കേഷൻ ആണ്. ബേസിക് എഡ്യൂക്കേഷൻ എന്താണ്? ബേസിക് എഡ്യൂക്കേഷൻ സ്വദേശമായി തെരഞ്ഞെടുക്കപ്പെടുന്നതും ഉൽപാദനക്ഷമവുമായ ഏതെങ്കിലും ഒരു തൊഴിലിനോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കുട്ടികളെ താല്പര്യപൂർവ്വം പങ്കെടുപ്പിക്കുകയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബേസിക് എഡ്യൂക്കേഷനിൽ ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് കൊണ്ടുവന്നിട്ടുള്ളത് വളരെയധികം പ്രശസ്തനായിട്ടുള്ള, നമ്മൾ എപ്പോഴും കേട്ടുകേൾവിയുള്ള ഒരു വ്യക്തിയാണ്, ഒരു മഹാത്മാവാണ്. ആരാണ്? മഹാത്മാവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഗാന്ധിജിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ബേസിക് എഡ്യൂക്കേഷൻ, അതിന് മറ്റൊരു പേരുണ്ട്, വാർധ സ്കീം എന്നാണ് അതിന്റെ മറ്റൊരു പേര്. എന്താണ് ബേസിക് എഡ്യൂക്കേഷന്റെ മറ്റൊരു പേര്? എന്താണ്? വാർധ സ്കീം അല്ലെങ്കിൽ വാർധ പദ്ധതി. മിസ് എടുത്തിരുന്നില്ലേ? ഓ മിസ് ഫസ്റ്റ് ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ, ഇത് ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട് വരുന്നതാണ്. ഓക്കെ. അപ്പൊ വാർധ പദ്ധതി, വാർധ സ്കീം, അത് നമ്മൾ സെലക്ടഡ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സെലക്ടഡ് ക്വസ്റ്റ്യൻസ് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത് പറഞ്ഞത്. ഓക്കെ. അപ്പോ വാർധ സ്കീം ഓർമ്മ ഉണ്ടല്ലേ പഠിപ്പിച്ച്? അപ്പോ ബേസിക് എഡ്യൂക്കേഷൻ വാർധ സ്കീം. ഓക്കെ. അപ്പൊ എന്താണ് ഈ വാർധ സ്കീം അഥവാ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ അതും നമ്മൾ പഠിച്ചതാണല്ലോ. എന്താ ബേസിക് എഡ്യൂക്കേഷൻ? അത് ഓർമ്മയില്ലേ അല്ലെ? വാർധ സ്കീം ഓർമ്മ. ഇവിടെ നമ്മൾ വിദ്യാഭ്യാസം ചെയ്യിക്കുന്ന സമയത്ത് എന്താണ്? സ്വദേശമായി തെരഞ്ഞെടുക്കപ്പെടുന്നതും ഉൽപാദനക്ഷമവുമായി ഏതെങ്കിലും ഒരു തൊഴിലിനോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കുട്ടികളെ താല്പര്യപൂർവ്വം പങ്കെടുപ്പിക്കുക. അത് വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദ്യാഭ്യാസത്തോടൊപ്പം എന്തും കൂടി കുട്ടികളെ പഠിപ്പിക്കണം, ഒരു കൈത്തൊഴിലും കൂടി കുട്ടികളെ പഠിപ്പിക്കണം എന്നാണ് ഈ ബേസിക് എഡ്യൂക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ. എന്താണ്? വിദ്യാഭ്യാസത്തോടൊപ്പം കുട്ടികൾ എന്ത് ചെയ്യുക? ഒരു കൈത്തൊഴിലും കൂടി പഠിപ്പിക്കുക എന്നുള്ളതാണ് ബേസിക് എഡ്യൂക്കേഷന്റെ
ദേഷ്യം. ഓക്കെ. പിന്നെ കൈയും തലയും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് ഇവിടെ. വിദ്യാലയത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും കുട്ടികൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ചെയ്യുന്നതിനാൽ ജനാധിപത്യത്തിന്റെ പരിശീലനവും ഇവിടെ നൽകുന്നു. അപ്പൊ കുട്ടി എന്ത് ചെയ്യാണ്? കുട്ടിയുടെ കൈയും അതേപോലെ തന്നെ ബ്രെയിനും തലയും എന്ത് ചെയ്യാണ്? ഒരുമിച്ചാണ് അവിടെ പ്രവർത്തിക്കുന്നത്. കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ബുദ്ധി കൊണ്ട് പഠിക്കുന്നുണ്ട്, കൈകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ജോലി ചെയ്യുന്നുണ്ട്, അല്ലെ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടി സ്വയം ഉത്തരവാദിത്തത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു ജനാധിപത്യം, ഒരു ഡെമോക്രാറ്റിക് അപ്രോച്ച്, അല്ലെ, ഒരു ഡെമോക്രാറ്റിക് പ്രാക്ടീസ് ആണ് എന്ത് ചെയ്യുന്നത്? എവിടെ ലഭിക്കുന്നത് കുട്ടിക്ക്? എവിടെ കിട്ടുന്നത്? നമ്മുടെ ക്ലാസ് റൂമിനകത്ത് അല്ലെങ്കിൽ വിദ്യാലയത്തിൽ നിന്ന് കുട്ടിക്ക് ലഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ജനാധിപത്യത്തിന്റെ പരിശീലനവും കൂടി കുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കിട്ടുന്നുണ്ട്. കുട്ടി സ്വയമാണ് എന്ത് ചെയ്യുന്നത്? ഇതൊക്കെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടേഴ്സ് മാത്രമാണ് ആര്? നമ്മുടെ അധ്യാപകർ എന്ന് പറയുന്നത്. നമുക്ക് പാഠ്യവിഷയങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നും ഉപയോഗിക്കാം എന്നും ഇത് പറയുന്നുണ്ട്. കളി രീതിയും നമ്മുടെ ബേസിക് എഡ്യൂക്കേഷനിൽ ഉപയോഗിക്കാം എന്ന് ആര് പറയുന്നുണ്ട്? മഹാത്മാഗാന്ധി പറയും. ഓക്കെ. അപ്പൊ 3-4 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ ഇതില്. എന്താണ്? ബേസിക് എഡ്യൂക്കേഷൻ അഥവാ വാർധ സ്കീം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വാർധ സ്കീമിന്റെ ബേസിക് എഡ്യൂക്കേഷൻ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയാണ്. പിന്നെ വിദ്യാഭ്യാസത്തോടൊപ്പം ഒരു കൈത്തൊഴിലും കൂടി പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൈയും തലയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും സ്വന്തം ഉത്തരവാദിത്തം ചെയ്യുന്നത് കൊണ്ട് ജനാധിപത്യത്തിന്റെ ഒരു പരിശീലനം കൂടി എന്ത് ചെയ്യുന്നു? കുട്ടിക്ക് ഇവിടെ നൽകുന്നുണ്ട്. പാഠ്യവിഷയങ്ങൾ വേണമെങ്കിൽ കളി രീതിയിലും എന്ത് ചെയ്യാം? കുട്ടിയെ പഠിപ്പിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് എഡ്യൂക്കേഷനിൽ പറയുന്നത്. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ ഹ്യൂറിസ്റ്റിക് മെത്തേഡും പറഞ്ഞു, ബേസിക് എഡ്യൂക്കേഷൻ അഥവാ വാർധ സ്കീമും പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് പ്രോബ്ലം സോൾവിങ് മെത്തേഡാണ്. പ്രോബ്ലം സോൾവിങ് മെത്തേഡ് അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പ്രശ്ന പരിഹാര രീതി. ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാം, അല്ലെ? പ്രോബ്ലം സോൾവിങ് മെത്തേഡ്. അപ്പൊ എന്താ അവിടെ പറയുന്നത്? പ്രശ്ന പരിഹാരത്തിനായുള്ള പല മാർഗങ്ങൾ ആലോചിക്കുകയും അവയെ അവലംബിക്കുകയും ചെയ്യുന്നതിലാണ് എങ്ങനെ പരിഹാരം കാണുന്നു എന്നതിലാണ് ഇവിടെ മുൻഗണന. അപ്പൊ പ്രശ്ന പരിഹാരത്തിനായുള്ള പല മാർഗങ്ങൾ ആലോചിക്കുകയും അവയെ അവലംബിക്കുകയും ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങൾ ചിലപ്പോൾ നമ്മൾ ആലോചിക്കും. അതിലേതെങ്കിലും ഒരു മാർഗത്തിനെ നമ്മൾ സമീപിക്കും, അല്ലെ? ആ ചെയ്യുന്നതിനാലാണ് എങ്ങനെ പരിഹാരം കാണുന്നു എന്നതിലാണ് ഇവിടെ മുൻഗണന. ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന് ഒരുപാട് പരിഹാര മാർഗങ്ങൾ നമ്മൾ അന്വേഷിച്ചു, ആ പരിഹാര മാർഗം അന്വേഷിച്ച് നമ്മൾ അതിലൊരു പരിഹാര മാർഗം കണ്ടെത്തി അതിലൂടെ നമ്മൾ ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നതിനാണ് അവിടെ മുൻഗണന, അല്ലെ? പ്രശ്നം പരിഹരിക്കുന്ന ഒരു വഴിയല്ല, എങ്ങനെയാണ് ആ പ്രശ്നം സോൾവ് ചെയ്യുന്നത്, എങ്ങനെ ആ പ്രശ്നം സോൾവ് ചെയ്തു എന്നുള്ളതാണ് അവിടെ മുൻഗണന. പ്രശ്ന പരിഹാരം സാർത്ഥകവും വികസനപരവും ക്രമാനുസൃതവുമായിരിക്കും. പ്രശ്ന പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ സംതൃപ്തി, അല്ലെ, മനസംതൃപ്തിക്ക് അനുസരിച്ചുള്ളതായിരിക്കും. നല്ല സംതൃപ്തി കിട്ടുന്ന രീതി ഒരു പ്രശ്നം പരിഹരിച്ചു എന്ന് നമുക്ക് തോന്നണമെങ്കിൽ ആ പ്രശ്നം പരിഹരിച്ചതായിട്ട് നമ്മുടെ മനസ്സിന് തോന്നണം, മനസ്സിന് സംതൃപ്തി ഉണ്ടാകണം, അല്ലെ? ഒരു കാര്യം നമ്മൾ ചെയ്തു എന്ന് തോന്നുമ്പോൾ അത് ഒരു ഫുൾഫിൽ ആയിട്ട് നമുക്ക് തോന്നാൻ, അത് കൃത്യമായിട്ട് ചെയ്താലല്ലേ അങ്ങനെ നമുക്ക് തോന്നുള്ളൂ, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ നമ്മളിപ്പോ പരീക്ഷയ്ക്ക് കുഞ്ഞു കുട്ടികള് അല്ലെങ്കിൽ കുറച്ച് വലിയ കുട്ടികൾ 8, 9, 10 കുട്ടികളെ എക്സാം ഹാളിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞെളിയും കോപ്പിയുടെയും ഒക്കെ ആയിരിക്കും. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ കഴിഞ്ഞ ഫസ്റ്റ് ടേമിന് എക്സാമിന് ഒരു കുട്ടി കയ്യിൽ എഴുതി കൊണ്ടുവന്നിട്ട് ഹിന്ദി ഡയറി കോപ്പി അടിച്ച് ഗുഡ്ലിക്ക ഡയറി എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദി ഡയറി ഉണ്ടായിരുന്നു, അത് കുട്ടി കോപ്പി അടിച്ചു. അപ്പൊ ഞാൻ പിടിച്ചു. അപ്പൊ ആ കുട്ടി നല്ല പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷെ ഹിന്ദി കുട്ടിയെ കുറച്ച് പേടിയാണ്. അപ്പോൾ ഞാൻ എന്റെ HM റിപ്പോർട്ട് ചെയ്തു അത് കാര്യം. ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ HM റിപ്പോർട്ട് ചെയ്തപ്പോൾ HM കുട്ടിയെ വിളിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എന്നെയും വിളിപ്പിച്ചു. എന്താ ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും HM കൂടി കുട്ടീനെ കുറെ ഉപദേശിച്ചു. ഞങ്ങൾ പറഞ്ഞു, നിനക്ക് എല്ലാ സബ്ജക്റ്റിലും നല്ല മാർക്ക് ഉണ്ട്, പക്ഷെ ഇതിന് മാത്രം കുട്ടിക്ക് ഒരു പേടിയാണ്, കുട്ടിക്ക് ഹിന്ദി വായിച്ചാൽ മനസ്സിലാവില്ല അങ്ങനെ. അപ്പൊ കുട്ടിക്ക് തോന്നി, എന്താണ് ഇതിൽ മാത്രമാണല്ലോ ഞാൻ സ്കോർ ചെയ്യുന്നില്ലാത്തത്, അതുകൊണ്ട് എനിക്ക് ഇതിലും സ്കോർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് കുട്ടി എന്ത് ചെയ്തു? ഒരു എളുപ്പവഴി സ്വീകരിച്ചതാണ്. അപ്പൊ കുട്ടി ഭയങ്കര കരച്ചിലും പിടിച്ചിലൊക്കെ ആയി, ടീച്ചറെ ഞാൻ ചെയ്യൂല അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറെ ക്ഷമാപണമൊക്കെ നടത്തി. ഞാൻ പറഞ്ഞു, നീ ക്ഷമ പറയൊന്നും വേണ്ട, അല്ലെ? നീ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തുകൊണ്ടാണ് ഞാൻ എന്നെ പിടിച്ചത്, നിന്നെ അപ്പൊ ഞാൻ ചീത്ത പറഞ്ഞതും അല്ലാതെ നിന്നോടൊരു ദേഷ്യം ഉണ്ടായിട്ടല്ല എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ചോദിച്ചു, നീ ഇപ്പോ എല്ലാ സബ്ജക്റ്റിലും നിനക്ക് മാർക്ക് കിട്ടി, നിനക്ക് ആ പേപ്പർ വാങ്ങിക്കുമ്പോഴുള്ള സംതൃപ്തി, നീ ഇത് കോപ്പി അടിച്ചിട്ട് നിനക്ക് മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിനക്ക് കിട്ടുമെന്ന് ഞാൻ ആ കുട്ടീനോട് ചോദിച്ചു. എല്ലാ സബ്ജക്റ്റിലും കുട്ടി നന്നായി പഠിച്ചിട്ടാണ് മാർക്ക് കിട്ടുന്നത്. അപ്പോ ഒരു അധ്യാപിക പേപ്പറൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ആ പേപ്പർ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ സാറ്റിസ്ഫാക്ഷൻ
നമ്മൾ കോപ്പി അടിച്ച് നമുക്ക് നല്ല മാർക്ക് കിട്ടിയിട്ട് ആ കോപ്പി അടിച്ച നല്ല മാർക്ക് അധ്യാപിക നമുക്ക് തരുമ്പോൾ ആ പേപ്പർ നമുക്ക് തരുമ്പോൾ നമുക്ക് ഉണ്ടാവും. ഞാൻ ചോദിച്ചു ആ കുട്ടീനോട്. അപ്പൊ ആ കുട്ടീന്റെ കണ്ണിലേക്ക് നോക്കി, ഇല്ല ടീച്ചറേ എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടിക്ക് കാര്യം പിടികിട്ടി അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. കുട്ടി എന്താ ചെയ്യുന്നത്? ഒരു സാർത്ഥകമാണ് അല്ലെ. കുട്ടിക്ക് ഒരു മനസംതൃപ്തി അവിടെ ലഭിക്കുന്നുണ്ട് അല്ലെ. കുട്ടി ചെയ്യുന്ന കാര്യങ്ങള് അത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാനുള്ള ശേഷി കുട്ടികൾക്ക് ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ കോപ്പി അടിച്ച് മാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിനെ അല്ലെ, നമ്മുടെ മനസാക്ഷിക്ക് നിരക്കുന്ന ഒന്നല്ല. നമ്മളെ മനസ്സിന് സംതൃപ്തി ഉണ്ടാവാനും പോകുന്നില്ല. മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാം അല്ലെ, മറ്റുള്ളവരുടെ മുന്നിൽ വെറും ആളാവാം എന്നുള്ളത് മാത്രമാണ് അവിടെയുള്ള കാര്യം. അപ്പൊ അതാണ്, ഒരു കാര്യം ഉണ്ടെങ്കിൽ, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കുന്നു അല്ലെ, അതാണ് പറയുന്നത്. പിന്നെ വികസനപരവുമായിരിക്കണം. നല്ലൊരു എന്താ പറയാ, ഒരു പുരോഗമന ചിന്താഗതിയുള്ള ഒരു വികസനപരമായിട്ടുള്ള കാഴ്ചപ്പാടായിരിക്കണം. ക്രമാനുസൃതവുമായിരിക്കണം. ക്രമത്തിലുള്ള കാര്യങ്ങളുമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഒത്തുപിടിക്കുക, പര്യാലോചിക്കുക, ചർച്ച ചെയ്യുക, തെരഞ്ഞെടുക്കുക, പ്രശ്നം അവതരിപ്പിക്കുക എന്നിവ ഇതിന്റെ ആദ്യഘട്ടമാണ്. പ്രോബ്ലം സോൾവിങ് മെത്തേഡിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? പ്രോബ്ലം സോൾവിങ് മെത്തേഡിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒത്തുപിടിക്കുക. എന്താണ് ഒത്തുപിടിക്കുക? ഒരുമിച്ച് ചേർന്ന് പിടിക്കുക എന്നാണോ? അല്ല, ഒരുമിച്ച് ചേർന്ന് നിൽക്കുക അല്ലെ. കോപ്പറേഷൻ എന്നുള്ളതാണ്. ഒരുമിച്ച് നിന്ന് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. കുട്ടികൾ ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ ചെയ്യുക, അതാണ് ഈ ഒത്തുപിടിക്കുക. പര്യാലോചിക്കുക. ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പുനർചിന്തനം നടത്തുക. ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പുനർചിന്തനം നടത്തുക എന്നുള്ളതാണ്. നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കണം എന്ന് നമ്മൾ പറയാറില്ല. ഒറ്റയടിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല നമ്മൾ എപ്പോഴും പറയും അല്ലെ. പര്യാലോചിക്കുക, പിന്നെയും പിന്നെയും അത് ശരിയാണോ തെറ്റാണോ, ഈ രീതി ശരിയാണോ കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം, പര്യാലോചിക്കണം. പിന്നെന്താ പറയുന്നത്? ചർച്ച ചെയ്യുക. നമ്മുടെ കൂടെയുള്ള സഹപാഠികളുമായിട്ട്, കൂട്ടുകാരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ കാര്യം ചർച്ച ചെയ്യണം. പിന്നെ തെരഞ്ഞെടുക്കുക. ഇപ്പൊ ഈ ചർച്ചയ്ക്കൊടുകിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു കൺക്ലൂഷനിൽ എത്തും അല്ലെ, ഇന്നതാണ് ശരി അല്ലെ. അപ്പൊ ഇന്നതാണ് ശരി എന്നുള്ള ഒരു കൺക്ലൂഷനിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വഴി നമ്മൾ തെരഞ്ഞെടുക്കൂലേ, അതാണ് തെരഞ്ഞെടുക്കുക. അപ്പൊ ആ ഒരു വേ ഓഫ് മെത്തേഡ് നമ്മൾ തെരഞ്ഞെടുത്തു. എങ്ങനെ ആ പ്രശ്നം പരിഹരിക്കാം, ആ ഒരു വേ ഓഫ് മെത്തേഡ് നമ്മൾ തെരഞ്ഞെടുത്തു. അതിനുശേഷം ആ വേ ഓഫ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ആ പ്രശ്നം അവതരിപ്പിക്കുന്നു. ഇതാണ് ആദ്യ ഘട്ടം അല്ലെ. എന്താണ് തെരഞ്ഞെടുക്കുക? ചർച്ച ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അത് കണ്ടെത്തുന്നു, അവതരിപ്പിക്കുന്നു. രണ്ടാമത്തെ ഘട്ടം പ്രശ്നത്തിന് ആധാരമായ വിഷയശേഖരണം. ഒരു പ്രശ്നമാണ് നമ്മളുടെ വിഷയം. ആ പ്രശ്നം എന്തുകൊണ്ടുണ്ടായി, അതാണ് വിഷയശേഖരണം. സമാഹരണം. ആ വിഷയങ്ങളെല്ലാം നമ്മൾ ശേഖരിച്ച് കയ്യിലെടുക്കുന്നു, അല്ലെങ്കിൽ കയ്യിൽ ശേഖരിച്ചു വെക്കുന്നു. തുലനം ചെയ്യൽ. പല പല കാരണങ്ങൾ ഉണ്ടാവാം. ആ പ്രശ്നം എന്തുകൊണ്ടുണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പൊ ആ കാര്യങ്ങൾ കണ്ടെത്തി, ആ കാരണങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ അതിനെല്ലാത്തിനെയും ഒന്ന് അവലോകനം ചെയ്ത് നോക്കിയപ്പോ എല്ലാത്തിനും സമാഹരണം, അത് കഴിഞ്ഞിട്ട് തുലനം ചെയ്യൽ. ഏതിനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്, ഈ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം എന്താണ്, ഏതിനാണ് കൂടുതൽ ചാൻസ്, അതാണ് തുലനം ചെയ്യൽ. ഏതിനാണ് ചാൻസ് എന്നുള്ളത് നമ്മൾ നോക്കുക. പിന്നെ അവസാനം വിലയിരുത്തൽ. ഇതാണ് രണ്ടാം ഘട്ടത്തിൽ. ഇന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്, ഇതാണ് വിലയിരുത്തൽ. ഓക്കെ. അവസാനം മൂന്നാം ഘട്ടത്തില് വരുന്നത് പലതരം പരിഹാര മാർഗങ്ങൾ ആരായുക എന്നതാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടായി എന്നുള്ള കാരണങ്ങളാണ് നമ്മളിപ്പോ ഇതുവരെ രണ്ടാമത്തെ ഘട്ടത്തിൽ കണ്ടെത്തിയത്. മൂന്നാം ഘട്ടത്തിൽ എന്താ വരുന്നത്? പ്രശ്ന പരിഹാര മാർഗങ്ങൾ ആരായുക എന്നതാണ് അടുത്ത ഘട്ടം. മൂന്നാമത്തെ ഘട്ടത്തില് പ്രശ്നത്തിനൊരു പരിഹാരം വേണമല്ലോ. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെന്തും വേണം? ഒരു പരിഹാര മാർഗവും വേണം, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മെത്തേഡും വേണം. ആ പ്രശ്ന പരിഹാര മാർഗം എന്താണെന്ന് ചോദിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഘട്ടം. അടുത്ത ഘട്ടത്തില്, നാലാമത്തെ ഘട്ടത്തിൽ എന്ന് പറയുന്നത് പ്രാഥമിക നിഗമനങ്ങളിൽ എത്തിച്ചേരുകയും അവ ഗാഢമായി പരിചിന്തനം നടത്തുകയുമായിരുന്നു. നാലാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനത്തിൽ നമ്മൾ എത്തി. എന്താ കാര്യം? ഈ പ്രശ്നത്തിന് ഇന്നതാണ് കാരണം, ഇങ്ങനെ ചെയ്താൽ ഇത് സോൾവ് ചെയ്യാം അല്ലെ, ഇന്ന രീതി ഉപയോഗിച്ചാൽ ഇത് സോൾവ് ചെയ്യാം എന്ന നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേർന്നു. അവസാനത്തെ ഘട്ടത്തില്, അവസാനത്തെയും അഞ്ചാമത്തെയും ആയ ഘട്ടത്തില് എന്താ പറയുന്നത്? ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്ന് അത് കാര്യകാരണ സഹിതം അവതരിപ്പിക്കുന്നു.
ലാസ്റ്റത്തെ ഘട്ടത്തിലാണ് നമ്മൾ ആ നിഗമനത്തിൽ എത്തിച്ചേർന്നു. ആ നിഗമനത്തെ നമ്മൾ വിശകലനം ചെയ്യാണ്. ഇന്ന ആ കാര്യം കാരണം അല്ലെ, ആ ഒരു പ്രശ്നത്തെ കാര്യകാരണ സഹിതം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്നുള്ളത് കാര്യകാരണ സഹിതം നമ്മൾ അവതരിപ്പിക്കുന്നു. അതാണ് അവസാനത്തെ ഘട്ടം. അപ്പോ പ്രോബ്ലം സോൾവിങ് മെത്തേഡിൽ 5 ഘട്ടങ്ങളാണ് ഉള്ളത്. ഇതൊക്കെയാണ് 5 ഘട്ടങ്ങൾ. ഒത്തുപിടിക്കുക, പര്യാലോചിക്കുക, ചർച്ച ചെയ്യുക, തെരഞ്ഞെടുക്കുക, പ്രശ്നം അവതരിപ്പിക്കുക, എന്താണ് പ്രശ്നം എന്നുള്ളത് അവതരിപ്പിക്കുക എന്നിവയാണ് ഫസ്റ്റത്തെ ഘട്ടം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടം, സെക്കൻഡ് ഘട്ടം എന്ന് പറയുന്നത് പ്രശ്നത്തിന് ആധാരമായ വിഷയശേഖരണം. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്, അതിന്റെ വിഷയം എന്താണ്, ആ വിഷയശേഖരണം, സമാഹരണം, തുലനം ചെയ്യൽ, വിലയിരുത്തൽ. ആ പ്രശ്നം വിലയിരുത്തുക, സമാഹരിക്കുക, അതിനെ തുലനം ചെയ്യുക, അതിനെ വിലയിരുത്തുക. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, മൂന്നാമത്തെ ഘട്ടത്തിലെ പലതരം പരിഹാര മാർഗങ്ങൾ, ഒരുപാട് പ്രോബ്ലം സോൾവിങ് മെത്തേഡ്സ് ഉണ്ടാവും. പലതരത്തിലുള്ള പരിഹാര മാർഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അന്വേഷിച്ച് കണ്ടെത്തുന്നു. അടുത്ത ഘട്ടത്തിൽ, നാലാമത്തെ ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നിഗമനത്തിൽ, പ്രാഥമികമായ ഒരു നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു. എന്നിട്ട് അവ നമ്മൾ പരിചിന്തനം നടത്താണ്, പിന്നെയും പിന്നെയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അവസാന ഘട്ടത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പരിഹാര മാർഗമൊക്കെ നമ്മൾ കണ്ടെത്തി അവസാന ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്ന് അത് കാര്യകാരണ സഹിതം നമ്മൾ എന്ത് ചെയ്യുന്നു, അവതരിപ്പിക്കും. പിന്നതാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം, ഇങ്ങനെ ചെയ്താൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി അവതരിപ്പിക്കും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ബേസിക് എഡ്യൂക്കേഷൻ, പ്രോബ്ലം സോൾവിങ് മെത്തേഡ്, പ്രോബ്ലം സോൾവിങ് മെത്തേഡ് ക്ലിയർ ആണോ? 5 ഘട്ടങ്ങൾ. മിസ്സേ, പഴി ചിന്തിക്കുക എന്ന് പറഞ്ഞ അതിന്റെ ഇംഗ്ലീഷ് എന്താ? ഏതാടാ? സെക്കൻഡ് വണ്ണില്ലേ? ഫസ്റ്റ് വണ്ണ് ഒത്തുപിടിക്കുക, സെക്കൻഡ് വണ്ണ് പഴി ചിന്തിക്കുക, അതെന്താ? റീതിങ്കിങ് അല്ലേ? റീതിങ്കിങ്. ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, പര്യാലോചിക്കുക, ഒന്ന് കൂടി ചേർന്ന് ആലോചിക്കുക എന്നുള്ളത്. നമ്മൾ ഒന്നും കൂടി അതിനെക്കുറിച്ച് ആലോചിക്കുക, ഒത്തുപിടിക്കുക, പിന്നെ എന്ത് ചെയ്യുക, പര്യാലോചിക്കുക, ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് ആലോചിക്കുക. എന്നിട്ട് ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ചർച്ച ചെയ്യുക, എല്ലാവരും കൂടെ കൂടിയിരുന്ന് ചർച്ച ചെയ്യുക. പിന്നെ നമ്മൾ ആ ഒരു കാര്യം എന്താണെന്നുള്ളത് തെരഞ്ഞെടുക്കുക. എന്നിട്ട് ആ പ്രശ്നം എല്ലാവരുടെ ഇടയിലും അവതരിപ്പിക്കുക. പിന്നെയാണ് ആ പ്രശ്നത്തിന് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുന്നതും, ആ പ്രശ്ന പരിഹാരം, ആ പ്രശ്നത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാരണം ഉണ്ടായത്, എന്താണ് അതിന്റെ പിന്നിലെ കാരണം എന്നൊക്കെ കണ്ടെത്തുകയും അവസാനം അത് പരിഹരിക്കുകയും ചെയ്യുന്നത്. 5 ഘട്ടങ്ങൾ. ക്ലിയർ ആണോ? ഓക്കെ. നിങ്ങൾക്ക് ഇതിന്റെ എക്സാം വരുന്നത് എന്നാ അറിയോ? കറക്റ്റ് ഡേറ്റ് അവര് പറഞ്ഞിട്ടില്ല. ഡിസംബറിലാന്നാ പറഞ്ഞത്. ഡിസംബറിലാ? അപ്പോഴേക്കും നമുക്ക് തീരണല്ലോ. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം. ഞാനിപ്പോ ഈ പ്രധാനപ്പെട്ടത് കുറെ സ്കിപ്പ് ചെയ്തു. ഇതിൽ തന്നെ കുറെ മെത്തേഡ്സ് ഇനിയുണ്ട്. കുറെ മെത്തേഡ്സ് സ്കിപ്പ് ചെയ്യുന്നുണ്ട്, കുറെ ഭാഗങ്ങൾ എടുക്കുന്നുണ്ട്. പ്രധാനപ്പെട്ടത് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടാ. മിസ്സിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ലെക്ചർ മെത്തേഡാണ്. അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അറിയാം. ലെക്ചർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവകലാശാല തലത്തിൽ, യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയാണ് ഇത്, ലെക്ചർ മെത്തേഡ്. അത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റുമോ? പിന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. സർവകലാശാല തലത്തിൽ ഏറ്റവും അധികം പ്രചാരം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു രീതിയാണ്. സ്കൂളിലൊന്നും നടക്കൂല. അധ്യാപിക മാത്രം ഇങ്ങനെ പറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കൂല. ഇപ്പൊ നമ്മൾ സ്കൂളുകളൊക്കെ എന്താണ്, കൺസ്ട്രക്റ്റീവ്സ് ആണ്, ജ്ഞാന നിർമ്മിതിയാണ്. കൺസ്ട്രക്റ്റീവിസം, കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുകയാണ്. അതാണ് കൺസ്ട്രക്റ്റീവിസം എന്ന് പറഞ്ഞാൽ, ജ്ഞാന നിർമ്മിതിയാണ്. അറിവ് നിർമ്മിച്ചെടുക്കുകയാണ്, കുട്ടി സ്വയം നിർമ്മിച്ചെടുക്കുകയാണ്. അധ്യാപകൻ ഒരു ഹെൽപ്പർ മാത്രമാണ്, ഒരു മെന്റർ മാത്രമാണ്, ഒരു സപ്പോർട്ടർ മാത്രമാണ്. അതാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു പിന്നെ ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത് സ്കൂളുകളിൽ നടക്കുന്ന ഒരു കാര്യമല്ല, കോളേജ് തലങ്ങളിൽ എന്ത് ചെയ്യാം, നടക്കും. സ്കൂൾ തലത്തിലും ഇതിന് സ്ഥാനം. പക്ഷെ കുറച്ചൊക്കെ നമ്മൾ ലെക്ചർ മെത്തേഡ് ഉപയോഗിക്കും സ്കൂളിൽ അല്ലെ. ഒരു ചാപ്റ്റർ നമ്മൾ എടുക്കുമ്പോഴും അതിന് ഇൻട്രൊഡക്ഷൻ സമയത്തും അതിന്റെ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും,
ലെക്ചർ മെത്തേഡ് ഉപയോഗിക്കും. അല്ലാതെ ഫുൾ ടൈം നമുക്ക് എന്ത് പറ്റൂല, ലെക്ചർ മെത്തേഡ് പറ്റൂല. പുതുതായി ഒരു പാഠഭാഗം അവതരിപ്പിക്കുമ്പോൾ, അതാ ഞാൻ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ സമയത്ത്, പുതുതായി ഒരു പാഠഭാഗം അവതരിപ്പിക്കുമ്പോൾ ആ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നതിന് കുട്ടികളിൽ സംശയം ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളിൽ പൊതുവിശദീകരണം എന്ന നിലയിലും ലഘുപ്രസംഗങ്ങൾ അധ്യാപകൻ നടത്താറുണ്ട്. ഇതുകൂടാതെ വിജ്ഞാന സമാഹരണത്തിനും പ്രധാന വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുന്നതിനും പാഠപുസ്തകത്തിൽ ഇല്ലാത്തതും എന്നാൽ വിഷയവുമായി ബന്ധപ്പെട്ടതുമായ കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിനും പ്രസംഗം പുഷ്പിപ്പിക്കാതിരിക്കാൻ ഫലിതോക്തികൾ ഉൾപ്പെടുത്തുന്നതും നന്നായിരിക്കും. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേഗം ബോറടിക്കും. കുഞ്ഞു മക്കളല്ലേ, അപ്പൊ അവർക്ക് ബോറടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ കുറച്ച് തമാശയൊക്കെ കൂട്ടിക്കലർത്തി, പിന്നെ എന്താ പറയാ, പുട്ടിന്റെ ഇടയ്ക്ക് തേങ്ങ എടുത്താൽ പോലെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് തമാശയൊക്കെ കൂട്ടിക്കലർത്തി അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാല്, അല്ലെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി കുറച്ച് തമാശയൊക്കെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതാണ് പറഞ്ഞത്, അതാണ് ലെക്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതാ, സിമ്പിൾ. ഇനി പറയുന്നത് ഏകക രീതി അഥവാ യൂണിറ്റ് മെത്തേഡ് ആണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് യൂണിറ്റ് മെത്തേഡ്. എന്താണ് യൂണിറ്റ് മെത്തേഡ്? യൂണിറ്റ് മെത്തേഡിൽ നമ്മൾ പറയുന്നത് പഠന പ്രക്രിയയിൽ കുട്ടികളുടെ പങ്കാളിത്തം കൂടുതൽ ഉറപ്പുവരുത്താനായി ആവിഷ്കരിക്കപ്പെട്ട ഒരു നൂതന പദ്ധതിയാണ് ഏകക രീതി. പഠന പ്രക്രിയയിൽ കുട്ടികളുടെ പങ്കാളിത്തം, കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ, അല്ലെ, കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ കൂടുതൽ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏത്, യൂണിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ യൂണിറ്റ് എന്നത് വിവിധാർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന, പലതരത്തിലുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് വിവിധ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഒരു പഠന ഭാഗത്തെ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കാം. നമ്മളിപ്പോ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ആ യൂണിറ്റിൽ 3 or 4 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ആ ഒരു പഠന ഭാഗത്തെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുക, യൂണിറ്റ്. ഇപ്പോൾ ഏത് ലാംഗ്വേജ് സബ്ജക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ലാംഗ്വേജസിലൊക്കെയാണ് കൂടുതൽ ഉണ്ടാവുക, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, അങ്ങനെ ലാംഗ്വേജ് സബ്ജക്ട്സിലൊക്കെ യൂണിറ്റ് വൈസ് ആയിട്ടാണ് ചാപ്റ്റേഴ്സിനെ തിരിച്ചിട്ടുണ്ടാവുക. ഒരു യൂണിറ്റിൽ 3 or 4 ചാപ്റ്റേഴ്സ് ഉണ്ടാവും, അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് യൂണിറ്റ് രൂപീകരണത്തിലുള്ള സ്വാതന്ത്ര്യം അധ്യാപകന് നൽകിയിരിക്കണം. പഠിതാവിന്റെ പെരുമാറ്റ രീതികളിൽ മാറ്റം വരുന്നതും ജീവിതരംഗത്ത് കാര്യക്ഷമമായ പൊരുത്തപ്പെടലുകൾ ഉറപ്പു ചെയ്യുന്നതുമായ പഠനാനുഭവത്തെ യൂണിറ്റ് എന്ന് പറയാം. അപ്പൊ എന്താണ്, ഇപ്പൊ നമ്മളൊരു യൂണിറ്റ് എടുക്കുമ്പോൾ ആ യൂണിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ആശയങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഒരു യൂണിറ്റ് പഠിക്കുന്നതിലൂടെ കുട്ടിയിലേക്ക് എത്തേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവും. ഒരു പാഠഭാഗം പഠിക്കുന്നതിലൂടെ കുട്ടി ഇന്ന കാര്യങ്ങൾ മനസ്സിലാവണം, കുട്ടിക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടണം എന്നുള്ള രീതിയിലുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതാണ് ആ യൂണിറ്റിലൂടെ ഉൾപ്പെടുത്തേണ്ടത്, അല്ലെ. ഒരു യൂണിറ്റ്, അല്ലെ, എന്താ പറയുന്നത്, പെരുമാറ്റ രീതികളിൽ മാറ്റം വരുന്നതും ജീവിതരംഗത്ത് കാര്യക്ഷമമായ പൊരുത്തപ്പെടലുകൾ ഉറപ്പുവരുന്നതുമായ ഒരു പഠനാനുഭവത്തെ യൂണിറ്റ് എന്ന് പറയാം. അപ്പൊ എന്താണ്, പെരുമാറ്റ രീതികളിൽ മാറ്റം ഉണ്ടാക്കാൻ തക്കതായിട്ടുള്ളതായിരിക്കണം പാഠഭാഗങ്ങൾ. പിന്നെന്താ ചെയ്യാണ്, കാര്യക്ഷമമായ പൊരുത്തപ്പെടൽ, ജീവിതരംഗത്ത് കാര്യക്ഷമമായ പൊരുത്തപ്പെടലുകൾ ഉറപ്പുവരുത്തുന്നതുമായ പഠനാനുഭവമായിരിക്കണം പാഠഭാഗത്ത് അല്ലെങ്കിൽ ആ യൂണിറ്റിൽ ഉണ്ടായിരിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പഠിക്കുന്ന കുട്ടിയുടെ പെരുമാറ്റ രീതികളിൽ മാറ്റം വരുന്നതും ജീവിതരംഗത്ത് കാര്യക്ഷമമായ പൊരുത്തപ്പെടലുകൾ ഉറപ്പു ചെയ്യുന്നതുമായിട്ടുള്ള പഠനാനുഭവം കുട്ടിക്ക് ആ യൂണിറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് വിളിക്കുക, ആ പാഠഭാഗങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ നമ്മളിപ്പോ മലയാളത്തിന്റെ ഒരു കാര്യം എടുക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ ഒരു കാര്യം എടുക്കാം. നമ്മളിപ്പോ പ്രകൃതി സൗന്ദര്യത്തെ കുറിച്ച് കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ പ്രകൃതി സൗന്ദര്യത്തെ കുറിച്ച് നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു യൂണിറ്റിൽ 4 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ 4 ചാപ്റ്റേഴ്സിലും കുട്ടി എന്താ പഠിക്കുന്നത്, പ്രകൃതിയെ കുറിച്ചാണ്. പ്രകൃതിയെ മനുഷ്യൻ ചൂഷണം ചെയ്യുന്നത് എങ്ങനെയാണ്, പരിസ്ഥിതി നശീകരണം എങ്ങനെയാണ്, മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പരിസ്ഥിതിയെ നശിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്, അല്ലെ. അപ്പൊ കുട്ടി എന്ത് ചെയ്യാണ്, കുട്ടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. കുട്ടി എന്ത് ചെയ്യാണ്, പരിസ്ഥിതിയെ നശിപ്പിക്കാൻ പാടില്ല, പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം കുട്ടി എന്ത് ചെയ്യുന്നു, ആ യൂണിറ്റിലൂടെ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നു. അതൊരു ബിഹേവിയറൽ ചേഞ്ച് തന്നെയല്ലേ, കുട്ടിക്ക് കിട്ടുന്ന പുതിയൊരു പാഠം തന്നെയല്ലേ ആ യൂണിറ്റിലൂടെ, അല്ലേ. അതാണ് പറയുന്നത്. അപ്പൊ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും പരിസ്ഥിതിയെ സ്നേഹിക്കാനും, അല്ലെ, ആ പ്രകൃതിയുടെ ഓരോ മാറ്റങ്ങളും കണ്ടും കേട്ടും അറിഞ്ഞു മനസ്സിലാക്കാനും കുട്ടി എന്ത് ചെയ്യും, ശ്രമിക്കും. അതാണ് ആ യൂണിറ്റിന്റെ ലക്ഷ്യം. ആ യൂണിറ്റിന്റെ ലക്ഷ്യം അപ്പൊ ആ കുട്ടിക്ക് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ. പിന്നെ ഇതിൽ ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും മൂല്യനിർണ്ണയം നടത്തും. നമ്മളിപ്പോ ടേം ഇവാലുവേഷൻ അല്ലെങ്കിൽ മിഡ് ടേം ഇവാലുവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ സ്കൂളിൽ നടത്താറുണ്ട്. ഒരു യൂണിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, മിഡ് ടേം നടത്തും, അല്ലെ. 3 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 4 ചാപ്റ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ മിഡ് ടേം എക്സാം വെക്കും. എന്തിനാണ് നമ്മൾ ആ മിഡ് ടേം എക്സാം നടത്തുന്നത്? കുട്ടിക്ക് ആ യൂണിറ്റ് പഠിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി, കുട്ടി എന്തൊക്കെ പഠിച്ചു, ഇനി എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൂല്യനിർണ്ണയം നടത്തുന്നത്, ഇവാലുവേഷൻ നടത്തുന്നത്. അതാണ് മൂല്യനിർണ്ണയം, വാല്യുവേഷൻ.
ഓരോ യൂണിറ്റിന് വേണ്ടിയും മുൻകൂട്ടി യൂണിറ്റ് പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പാഠഭാഗം എടുക്കുന്നതിന് മുന്നേ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തയ്യാറാക്കുക എന്താണ്? യൂണിറ്റ് പദ്ധതിയാണ്. യൂണിറ്റ് പ്ലാൻ, ഇയർ പ്ലാൻ, മന്ത്ലി പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ലെസൺ പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്ലാന് തയ്യാറാക്കാനുണ്ട് കേട്ടോ ടീച്ചേഴ്സിന്. വെറുതെ ഇരിക്കാനൊന്നും പറ്റൂല. അപ്പൊ എന്താണ്? യൂണിറ്റ് പ്ലാൻ തയ്യാറാക്കണം, ഇയർ പ്ലാൻ തയ്യാറാക്കണം, ഇന്ന മാസത്തെ ഏതൊക്കെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കും, ഇന്ന പാഠഭാഗങ്ങളോട് എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തും എന്നുള്ള കാര്യം. അതാണ് യൂണിറ്റ് പദ്ധതികൾ എന്ന് പറയുന്നത്. ആ യൂണിറ്റ് നമ്മൾ എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കും, ഏതൊക്കെ രീതിയിൽ നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഈ യൂണിറ്റ് പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ യൂണിറ്റ് മെത്തേഡിൽ. ഇനി ഒരു മെത്തേഡും കൂടി ഉണ്ട്, ലാസ്റ്റ് വൺ ഈ ചാപ്റ്ററിൽ. അതിന്റെ ഇടയിൽ 2-3 ഇട്ടൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് സോഷ്യോമെട്രിക് ടെസ്റ്റ് ആണ്. സാമൂഹ്യവൽകൃത ബോധന രീതികൾ. മലയാളത്തിൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സാമൂഹ്യവൽകൃത ബോധന രീതികൾ. അതിനേക്കാൾ നല്ലത് സോഷ്യോമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നതാണ്. ദ സോഷ്യോമെട്രിക് ടെസ്റ്റ്, സാമൂഹ്യവൽകൃത ബോധന രീതികൾ. നോക്കാം. ആധുനിക വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായി തീർന്ന ബോധന രീതിയാണ് ഇത് നമ്മുടെ സോഷ്യോമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. പാനൽ ചർച്ച, സിംബോസിയം, സെമിനാർ, വർക്ക്ഷോപ്പ്, ടീം ടീച്ചിങ് എന്നിവ ഇതിന്റെ ഭാഗങ്ങളാണ്. അപ്പൊ ചർച്ച നടത്തുക, സെമിനാറുകൾ നടത്തുക, വർക്ക്ഷോപ്പുകൾ നടത്തുക, ടീം ടീച്ചിങ്, ഒരുമിച്ച് നിന്ന് ടീച്ചിങ് നടത്തുക, പഠിപ്പിക്കുക. ഒരാൾ ഒറ്റയ്ക്കല്ല, 2-3 പേര് ഒരുമിച്ച് പഠിപ്പിക്കുക. അതാണ് ടീം ടീച്ചിങ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കില്ലേ നമ്മള്. സംഗമമായിട്ട് നമ്മൾ പറയാ കമ്പൈൻ സ്റ്റഡി ഒക്കെ നടത്തൂലേ? കമ്പൈൻ സ്റ്റഡി എങ്ങനെ നടത്തുക? ഒരു 2-3-4 പേര്, ഒരു 5-6 പേര് ഒരുമിച്ചിരുന്ന് എനിക്കറിയുന്നത് ഞാൻ മറ്റൊരാളെ പഠിപ്പിക്കും, ആ ആൾക്കറിയുന്നത് അയാൾ എന്നെ പഠിപ്പിക്കും, എനിക്കറിയുന്നത് അയാളെ പഠിപ്പിക്കും. അങ്ങനെ മനസ്സിലാവുന്നുണ്ടോ? ടീം ടീച്ചിങ്. ഓക്കെ, അതാ ടീം ടീച്ചിങ്, അല്ലെങ്കിൽ സെമിനാർ, അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകള്, ചർച്ചകള്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു സോഷ്യോമെട്രിക് ടെസ്റ്റിൽ ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ കൂടാതെ പ്രോഗ്രാംഡ് ലേണിംഗ്, മൈക്രോ ടീച്ചിങ് എന്നിവയും ഈ രംഗത്ത് പ്രചാരം നേടി വരുന്നു. മൈക്രോ ടീച്ചിങ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മൈക്രോ ടീച്ചിങ് ഞങ്ങള് നിങ്ങൾക്ക് ഇവിടെ PPTC-ക്ക്, മോണ്ടിസോറി TTC-ക്ക് ഒക്കെ നിങ്ങൾക്ക് 15 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഞാൻ B.Ed കഴിഞ്ഞ ആളാണ്. അപ്പൊ B.Ed-ന് ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വർക്കുകൾ ഉണ്ടാവും, ഇഷ്ടം പോലെ വർക്കുകൾ. നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി വർക്കുകൾ ഉണ്ടാവും. B.Ed-ന് ഉറങ്ങാനൊന്നും പറ്റൂല രാത്രിയൊന്നും. ഞാനൊക്കെ എൻ്റെ മോന് 10 മാസം ഉള്ളപ്പോഴാണ് ഞാൻ B.Ed-ന് പോയത്. കുട്ടി ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു 10 മണി 11 മണിയാവും. കുട്ടി ഉറങ്ങിക്കഴിഞ്ഞ ബാക്കിയുള്ള സമയത്താണ് ഞാൻ 2 മണി 3 മണി 4 മണി വരെയൊക്കെ ഇരുന്ന ദിവസങ്ങളുണ്ട് നമ്മുടെ ഈ വർക്ക് തീരാൻ വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ്ട. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാനിപ്പോ ഈ പറയുന്ന പോലെ ഇപ്പൊ ഞാൻ ഒരു കാര്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് ഇട്ടുതരാൻ പറ്റും. എന്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പരുവത്തിലായിപ്പോ. എന്തിനെ നമുക്ക് ഏതൊരു ടോപ്പിക് കിട്ടിയാലും ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളോട് അല്ലെങ്കിൽ കുട്ടികളോട് സംസാരിക്കാനുള്ള ഒരു ശേഷി നേടിയെടുത്തു. പക്ഷെ അതൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പരിശീലനത്തിലൂടെ എല്ലാം നേടിയെടുക്കുന്നത്. പ്രാക്ടീസ് ഉണ്ടെങ്കിലല്ലേ നമുക്കത് ശരിയാവുള്ളൂ. നമുക്ക് എന്തെല്ലാം അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രാക്ടീസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യൂല, കിട്ടൂല. ഇപ്പൊ ഇവിടെ നമ്മൾ പഠിപ്പിച്ച് നമുക്കിപ്പോ പേടിയില്ലാതായി. എന്ത് നമ്മൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു സംതൃപ്തി, ഒരു മനക്കരുത്ത് നമുക്ക് ഉണ്ടായി. അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ടീച്ചർ നമ്മളോട് പറയും ഒരു 5 മിനിറ്റ്. മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് വെറും 5 മിനിറ്റ് ആണ്. ഓക്കെ, 5 മിനിറ്റ് 10 മിനിറ്റ്, അതിൽ കൂടുതല. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു സ്റ്റേജ് ഫിയറും കാര്യങ്ങളും കുട്ടികളെ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ നമ്മളുടെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾക്ക് എന്ത് ചെയ്യും? ഒരു ടോപ്പിക്ക് നമ്മളോട് സെലക്ട് ചെയ്യാൻ പറയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തോളൂ എന്ന് പറയും. എന്നിട്ട് ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മളോട് എന്ത് പറയും? നിങ്ങൾ ക്ലാസ് എടുക്കണം എന്ന് പറയും. നമ്മുടെ ക്ലാസ് റൂമിനകത്തിരിക്കുന്ന കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ, നമ്മൾ പഠിപ്പിക്കേണ്ട കുട്ടികൾ. നമ്മുടെ സഹപാഠികളുണ്ടല്ലോ, നമ്മുടെ B.Ed-ന് പഠിക്കുന്ന സ്റ്റുഡൻസ്, നമ്മുടെ കൂടെ പഠിക്കുന്നവരാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ അധ്യാപിക നമ്മളത് വാച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അധ്യാപികയും കുട്ടികളും നമ്മുടെ കുട്ടികളായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ അവരുടെ മുന്നിൽ ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ക്ലാസ് എടുക്കണം.
അതിൽ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യണം, വോയിസ് മോഡുലേഷൻ ഉണ്ടാവണം, പിന്നെന്താണ് എന്താ പറയാ സ്റ്റിമുലസ് വാരിയേഷൻ ഉണ്ടാവണം, പിന്നെന്താണ് സ്പേസിന്റെ അല്ലെ, ഇപ്പൊ നമ്മൾ ഒരു കാര്യം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു സ്റ്റാച്യു എന്ന് പറയുന്നത് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കൊന്നും കിട്ടൂലല്ലോ. അപ്പൊ എന്ത് ചെയ്യാ, അതാണ് വോയിസ് മോഡുലേഷനും സ്റ്റിമുലസ് വാരിയേഷനും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ അവിടെ 5 മിനിറ്റ് പഠിപ്പിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതൊക്കെ എന്തിന്റെ ഭാഗമാണ്, ഈ ഒരു നമ്മുടെ സോഷ്യോമെട്രിക് ടെസ്റ്റിന്റെ ഭാഗമാണ്. ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന് പ്രചാരം നേടിക്കൊടുത്ത ഒന്നാണ്. പിന്നെ മാനസിക പ്രവർത്തനം ത്വരിതപ്പെടുത്തുക, വ്യക്തമായി ചിന്തിക്കുക, അഭിപ്രായ പ്രകടനത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുക, സമയോചിതമായ ആശയവിനിമയം നടത്തുക, ഭിന്നാശയങ്ങൾ സഹിഷ്ണുതയോടെ കേൾക്കുവാനുള്ള ശീലം വളർത്തുക, വിഷയം സംബന്ധിച്ച് സമഗ്രമായ അറിവ് പകർന്നു കൊടുക്കുക തുടങ്ങി പല ഗുണങ്ങളും പ്രസ്തുത ബോധന രീതി കൊണ്ട് സാധിക്കുന്നതാണ്. എന്തൊക്കെ ഗുണങ്ങളാണ് ഈ ഒരു സോഷ്യോമെട്രിക് ടെസ്റ്റിനുള്ളത്? ഈ സോഷ്യോമെട്രിക് ടെസ്റ്റിലൂടെ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുക? എന്താണ്? മാനസിക പ്രവർത്തനം ത്വരിതപ്പെടുത്തുക. നമ്മുടെ മനസ്സിന്റെ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ വ്യക്തമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും, തിങ്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ചിന്തിക്കാൻ പറ്റും. അഭിപ്രായ പ്രകടനത്തിലുള്ള ശേഷി വർദ്ധിപ്പിക്കും. എന്ത് കാര്യം വെട്ടി തുറന്നോ നമ്മുടെ അഭിപ്രായം നമുക്ക് പറയാനുള്ള ഒരു ശേഷി നമുക്ക് കിട്ടും. അതാണ് അഭിപ്രായ പ്രകടനത്തിലുള്ള ശേഷി. സമയോചിതമായ ആശയവിനിമയം നടത്താം, സന്ദർഭത്തിനനുസരിച്ച്, അതാണ് സമയോചിതം. സമയത്തിനും കാലത്തിനും അനുസരിച്ചുള്ള ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള കഴിവ്. ഭിന്നാശയങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ആശയങ്ങൾ നല്ല ക്ഷമയോട് കൂടി കേൾക്കുവാനുള്ള ശീലമാണ്. വിഷയം സംബന്ധിച്ച് സമഗ്രമായ അറിവ് പകർന്നു കൊടുക്കുന്നു. ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നു. ഈ ഗുണങ്ങളൊക്കെ തന്നെ ഈ ഒരു സോഷ്യോമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബോധന രീതിയിലൂടെ നമുക്ക് ലഭിക്കും. ക്ലിയർ ആണോ? മിസ് അതിന്റെ ഇതൊന്നുകൂടെ പറഞ്ഞുതരോ? ഏതാ? മറ്റേ മെന്റൽ കൺട്രോൾ, അത് മൈൻഡ് കൺട്രോൾ, സോറി. മാനസിക പ്രവർത്തനം, മനസ്സിനെ കൺട്രോൾ ചെയ്യുക. മാനസിക പ്രവർത്തനം, നമ്മുടെ മനസ്സിന്റെ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, മനസ്സിനെ നമ്മുടെ ഒരുപാട് ആക്ടിവിറ്റീസിലേക്ക് പോകുമല്ലോ. നമ്മൾ കൈകൊണ്ട് ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ മനസ്സ് നമ്മുടെ പല ആക്ടിവിറ്റിയിലേക്ക് നമ്മളെ നയിക്കും. അപ്പൊ ആ ഒരു മാനസിക പ്രവർത്തനം എന്ത് ചെയ്യുക, ത്വരിതപ്പെടുത്തുക, അതിനെ നിയന്ത്രിക്കാൻ പറ്റുക, വ്യക്തമായിട്ട് ചിന്തിക്കാൻ പറ്റുക, തിങ്ക് ചെയ്യാൻ പറ്റുക, നന്നായിട്ട് നമുക്ക് കൃത്യതയോട് കൂടി ഏത് ശരി ഏത് തെറ്റെന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുക. പിന്നെ അഭിപ്രായ പ്രകടനം അല്ലെ, സ്വന്തം അഭിപ്രായം അതെന്ത് ചെയ്യാം, പ്രകടിപ്പിക്കാനുള്ള ശേഷി അത് വർദ്ധിപ്പിക്കും ഈ സോഷ്യോമെട്രിക് ടെസ്റ്റ്. പിന്നെ സമയോചിതമായിട്ട്, സമയത്തിനനുസരിച്ച്, സമയത്തിനും കാലത്തിനും അനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്. പിന്നെ ഭിന്നാശയങ്ങൾ, വിവിധ ആശയങ്ങൾ സഹിഷ്ണുതയോട് കൂടി കേൾക്കാനുള്ള ശീലം. പലരുടെയും ആശയങ്ങൾ, നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല മറ്റുള്ളവർ പറയുന്നതായാലും എന്ത് കാര്യങ്ങളായാലും നല്ല ക്ഷമയോട് കൂടി കേൾക്കാനുള്ള ഒരു ശീലവും കൂടി ഉണ്ടാവും. പിന്നെ ആ വിഷയത്തെ സംബന്ധിച്ചിട്ട് ആഴത്തിലുള്ള അറിവും കുട്ടിക്ക് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പകർന്നു കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ആ ചാപ്റ്റർ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ചാപ്റ്റർ ഇസ് ഓവർ. ഓക്കെ, ഇനി വലിയൊരു ഗംഭീര ചാപ്റ്റർ ആണ് ഇനി അടുത്തത് വരുന്നത്. ഇതിൽ ഒരാളെ നമുക്ക് വിട്ട് കളയാനുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ മുഴുവൻ അതിലുള്ള ആൾക്കാരും മൊത്തം ഉണ്ടാവും. എന്നാലും നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ളവരെ കണ്ട് സ്കിപ്പ് ചെയ്യാം. ഇതിൽ വരുന്ന ആൾക്കാർ കുറെ ആൾക്കാർ ഇട്ടിട്ട് ഇതേപോലെ തന്നെയാണ് നമ്മുടെ ചാപ്റ്റർ. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് തിയറിസ്റ്റ് ഓൺ പ്രീ സ്കൂൾ ടീച്ചിങ് എന്നതാണ്. പ്രീ സ്കൂൾ അധ്യയന രീതികളിൽ ചിന്തകന്മാരുടെ സ്വാധീനം എങ്ങനെയാണ്. ഇൻഫ്ലുവൻസ് ഓഫ് തിയറീസ് ഓൺ പ്രീ സ്കൂൾ ടീച്ചിങ്. ഓക്കെ, ഇൻഫ്ലുവൻസ് ഓഫ് തിയറീസ് ഓൺ പ്രീ സ്കൂൾ ടീച്ചിങ്. പ്രീ സ്കൂൾ അധ്യയന രീതികളിൽ ചിന്തകന്മാരുടെ സ്വാധീനം എങ്ങനെയാണ്. മിസ് ഇന്ന് എടുക്കുന്നുണ്ടോ ക്ലാസ്? ചാപ്റ്റർ എടുക്കുന്നുണ്ടായിരുന്നു. ഒന്ന് തുടങ്ങി വെക്കാം, പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം. 2 പേരെ കുറിച്ച് പറയാം. സമയമില്ലാത്തതുകൊണ്ട് ഇഷ്ടംപോലെ എടുക്കാണ്ടല്ലോ നമുക്ക് കിട്ടുന്ന ഈ സമയം. എനിക്കിപ്പോ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ തീരെ ഞാൻ വല്ല ചുമക്കുന്നുണ്ടില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എടുക്കാൻ. ഇതിനേക്കാൾ ഭയങ്കര ചുമയായിരുന്നു ഇന്നലെ. ഞാൻ ക്ലാസ് എടുക്കുമ്പം ചുമക്കാനേ നേരം ഉണ്ടാവും. കൊറേ ഇങ്ങനെ പറയുമ്പോഴേ കാണിച്ചടാ, പക്ഷെ ഈ കഫ് കണ്ട് മാറുന്നില്ല. അത് എന്തായാലും വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം പിടിക്കുമല്ലോ.
കഫാണ് ഇപ്പോഴത്തെ പ്രോബ്ലം. ഹെഡേക്കും ഫീവറൊക്കെ കുറച്ച് പോയിട്ടുണ്ട്, പക്ഷെ മാറുന്നില്ല. സ്കൂളിൽ പോയിട്ട് തന്നെ, സ്കൂളിൽ പോയിട്ട് കുട്ടികളുടെ മുന്നിൽ തന്നെ നമ്മൾ ഒരു ക്ലാസ് എടുക്കും, പിന്നെ ചുമക്കും, പിന്നെ ക്ലാസ് എടുക്കും. അപ്പൊ അത് ഭയങ്കര ഇറിറ്റേഷൻ ആണല്ലോ. എല്ലാവരുടെ മുന്നിൽ നിന്ന് നമ്മൾ ഇതിപ്പോ നിങ്ങൾ ഓൺലൈൻ ആയതുകൊണ്ട് വലിയ പ്രശ്നമല്ലേ. അതിപ്പോ നേരെ കുട്ടികളെ മുന്നിൽ പോയി ചുമക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര, പക്ഷെ ലീവ് എടുത്ത് ഇങ്ങനെ വീട്ടിലിരിക്കാനും വയ്യല്ല, ഇഷ്ടമാണ് ചാപ്റ്റേഴ്സ് തീരാനല്ല. അതുകൊണ്ട് പോയി ഇങ്ങനെ എങ്ങനെയൊക്കെയോ സ്കൂളിൽ പോയി. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് പ്രീ സ്കൂൾ ടീച്ചിങ്ങിൽ നിങ്ങളിപ്പം പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ആവാൻ പോകുന്നവരാണ്. ആ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് പ്രീ സ്കൂൾ ടീച്ചിങ്ങില് ചിന്തകന്മാർ എങ്ങനെയാണ് സ്വാധീനിച്ചത്? ചിന്തകന്മാർ എന്ന് പറയുമ്പോൾ അവരുടെ ടീച്ചിങ് സ്റ്റൈല് ഒരുപാട് ചിന്തകന്മാർ, ഇപ്പൊ മഹാത്മാഗാന്ധി, സ്വാമി വിവേകാനന്ദൻ, രവീന്ദ്രനാഥ ടാഗോർ, ജോൺ ലോക്ക്, പിന്നെ ആരാ അരവിന്ദ ഘോഷ്, സ്വാമി വിവേകാനന്ദൻ, അല്ലെ? പിന്നെ ആരാ പറയുന്നത്? അങ്ങനെയുള്ള കുറെ ആൾക്കാര്, പെസ്റ്റലോസി, ജോൺ ഡുയി, ഫ്രബല്, മറിയ മോണ്ടിസോറിനെയൊക്കെ നമ്മൾ പഠിച്ചതാ. ഇവരുടെയൊക്കെ കാഴ്ചപ്പാട് എങ്ങനെയാണ് ടീച്ചിങ്ങില് അവരെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് എന്തൊക്കെയാണ്, അവരുടെ മെത്തേഡ്സ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെ മെത്തേഡ്സ് ആണ് ഉപയോഗിച്ചത് പ്രീ സ്കൂൾ ടീച്ചിങ്ങില്? അതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റത്തെ ആളെന്ന് പറയുന്നത് കൊമീനിയസ് ആണ്. ആരാണ്? കൊമീനിയസ്. ഫസ്റ്റത്തെ പേഴ്സൺ കൊമീനിയസ്. മിസ് ഒന്ന് സ്പെല്ലിംഗ് പറഞ്ഞേ. കൊമീനിയസ്. KO ആ? CO. COMIENIUS, കൊമീനിയസ്. അപ്പൊ നോക്കാം, നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ഒരാളെ തന്നെ അവരെ കുറിച്ചുള്ള കാര്യങ്ങളും പറയും, അത് കഴിഞ്ഞ് കഴിഞ്ഞാല് അവരുടെ മെത്തഡ് ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ചും പറയും. ഓക്കെ, അങ്ങനെയാണ് ഇതിൽ ഓരോന്ന് കടന്നു പോകുന്നത്. അപ്പൊ കൊമീനിയസ് 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1952 ചെക്കോസ്ലാവിക്കയിലെ മൊറേവിയ എന്ന ഗ്രാമത്തിലാണ് ആര് ജനിച്ചിട്ടുള്ളത്? നമ്മുടെ കൊമീനിയസ്. അപ്പൊ 1952 4 നൂറ്റാണ്ട് മുമ്പ് ഒന്നും പഠിക്കണ്ട. 1952 ചെക്കോസ്ലാവിക്കയിലെ മൊറാവിയ എന്ന ഒരു ഗ്രാമത്തിലാണ് ആരുടെ ജനനം? കൊമീനിയസിന്റെ. ജോൺ അമോസ് കൊമീനിയസ്. ഫുൾ നെയിം, ഈ കൊമീനിയസിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ജോൺ അമോസ് കൊമീനിയസ്. ജോൺ, JOHN AMOS, അമോസ് കൊമീനിയസ്, COMENIUS, കൊമീനിയസ്. അതാണ് പേര്, ഫുൾ നെയിം. ജോൺ അമോസ് കൊമീനിയസ് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പേര്. പ്രശസ്തനായിട്ടുള്ള ഒരു പണ്ഡിതനായിരുന്നു, വിദ്യാഭ്യാസ പരിഷ്കർത്താവായിരുന്നു, എന്നീ നിലകളിലൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ശോഭിച്ചിട്ടുണ്ട്. 1670 അദ്ദേഹം അന്തരിച്ചത്. 1592 ചെക്കോസ്ലാവിക്കയിലെ മൊറേവിയ എന്ന് പറഞ്ഞുള്ള ഗ്രാമത്തിൽ ജനിച്ചു. ജോൺ അമോസ് കൊമീനിയസ് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പേര്. പിന്നെന്താണ്? 1670 അദ്ദേഹം മരിച്ചത്. കൊമീനിയസിന്റെ വിദ്യാഭ്യാസ ചിന്തകള് ദ ഗ്രേറ്റ് ഡിഡാക്റ്റിക്, ദ ഗേറ്റ് ഓഫ് ടങ്സ് അൺയോക്ഡ് എന്നീ കൃതികളിലാണ് സംഗ്രഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് 2 പ്രശസ്തമായിട്ടുള്ള കൃതികൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതികൾ? ദ ഗ്രേറ്റ് ഡിഡാക്റ്റിക്, ഫസ്റ്റത്തെ പേര്, എന്താ പറയാ, ബുക്കിന്റെ പേര്, കൃതിയുടെ പേര് എന്താണ്? ദ ഗ്രേറ്റ് ഡിഡാക്റ്റിക്. ദ ഗ്രേറ്റ് ഡിഡാക്റ്റിക്, DIDACTIC, ദ ഗ്രേറ്റ് ഡിഡാക്റ്റിക്, ഫസ്റ്റ് വൺ. നെക്സ്റ്റ് ഗേറ്റ് ഓഫ് ടങ്സ് അൺയോക്ഡ്. ഗേറ്റ്, GATE, ഗേറ്റ് ഓഫ് ടങ്സ്, TONGUS, ടങ്ക്, നാവ്. ഗേറ്റ് ഓഫ് ടങ്സ് അൺയോക്ഡ്, UNIOKED, ദ ഗേറ്റ് ഓഫ് ടങ് അൺയോക്ഡ്. ഈ 2 പുസ്തകങ്ങളിലാണ്, ഈ 2 ബുക്കുകളിലാണ് കൊമീനിയസിന്റെ വിദ്യാഭ്യാസ ചിന്തകളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്? സംഗ്രഹിച്ചിരിക്കുന്നത്, രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 1592 ചെക്കോസ്ലാവിക്കയിലെ മൊറേവിയ എന്ന ഗ്രാമത്തിൽ ജനിച്ചു. ജോൺ അമോസ് കൊമീനിയസ് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പേര്. പിന്നെ 1670 മരിച്ചത്.
പിന്നെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള 2 പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു, ദ ഗ്രേറ്റ് ഡിഡാക്റ്റിക് ആൻഡ് ദ ഗേറ്റ് ഓഫ് ടൈംസ് അൺലിയോപ്ഡ്. ഈ 2 പുസ്തകങ്ങളിലാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ചിന്തകൾ എന്ത് ചെയ്തിട്ടുള്ളത്, രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയ വിദ്യാഭ്യാസത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളാണ് ഏത് പുസ്തകങ്ങളിലുള്ളത്, ഏത് ഗ്രന്ഥങ്ങളിലുള്ളത്, ദ ഗ്രേറ്റ് ഡിഡാക്റ്റിക്കിലും ദ ഗേറ്റ് ഓഫ് ടൈംസ് അൺലിയോപ്ഡിലും ഉള്ളത്. വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ. ഓക്കെ. പിന്നെ ഈ പുസ്തകങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്കുള്ള കഥകൾ മുതൽ കലാശാല വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകങ്ങൾ വരെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2 പുസ്തകങ്ങൾ മാത്രമല്ല അദ്ദേഹം രചിച്ചത്, എന്താണ്, കുട്ടികൾക്കുള്ള, കുഞ്ഞു കുട്ടികൾക്കുള്ള കഥകൾ വരെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി തലത്തിലെ കലാശാല വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകങ്ങൾ വരെ ആരെ എഴുതിയിട്ടുണ്ട് അത്രേ, കൊമീനിയസ്. കുഞ്ഞു കുട്ടികൾക്കുള്ള കഥകൾ വരെ, കഥകൾ മുതൽ കോളേജ് പഠിക്കുന്ന കുട്ടികൾക്കുള്ള പാഠപുസ്തകങ്ങൾ വരെ കൊമീനിയസ് എഴുതിയിട്ടുണ്ട്. കൊമീനിയസിലെ ഏറ്റവും അധികം സ്വാധീനിച്ച വിദ്യാഭ്യാസ ചിന്തകൻ ഫ്രാൻസിസ് ബേക്കൺ ആയിരുന്നു. കൊമീനിയസിനെ സ്വാധീനിച്ച ഒരു വിദ്യാഭ്യാസ ചിന്തകൻ ഉണ്ടായിരുന്നു, മറ്റൊരു വിദ്യാഭ്യാസ ചിന്തകൻ. ആ ചിന്തകന്റെ പേരാണ് എന്ത്, ഫ്രാൻസിസ് ബേക്കൺ. ഓക്കെ, ഫ്രാൻസിസ് ബേക്കൺ. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായിട്ട് കൊമീനിയസ് പ്രസ്താവിച്ചിട്ടുള്ളത് നോളജ്, വിക്ടർ ആൻഡ് പയറ്റി, അറിവ്, നന്മ, ഭക്തി. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായിട്ട് കൊമീനിയസ് പറഞ്ഞിട്ടുള്ളത് നോളജ്, വിക്ടർ ആൻഡ് പയറ്റി, അറിവ്, നന്മ, ഭക്തി. കൊമീനിയസ് പറയുന്ന വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങള് അറിവ്, നന്മ, ഭക്തി. ഇനി വിദ്യാഭ്യാസത്തിന്റെ 3 താക്കോലുകളായിട്ട് അദ്ദേഹം പറയുന്നത് നല്ല ഗുരുക്കന്മാർ, നല്ല പുസ്തകങ്ങൾ, നല്ല പഠന രീതികൾ. വിദ്യാഭ്യാസത്തിന്റെ 3 താക്കോലുകളായിട്ട് കൊമീനിയസ് പറയുന്നത് നല്ല ഗുരുക്കന്മാര്, നല്ല പുസ്തകങ്ങള്, നല്ല പഠന രീതികൾ. ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ 3 നല്ല താക്കോലുകളായിട്ട് ആര് പറയുന്നത്, 3 ഇമ്പോർട്ടന്റ് കീസ് ഓഫ് എഡ്യൂക്കേഷൻ. ഏതൊക്കെയാണ്, നല്ല ഗുരുക്കന്മാര്, നല്ല പുസ്തകങ്ങള്, നല്ല പഠന രീതികൾ. ഇതാണ് 3 ഇമ്പോർട്ടന്റ് കീസ് ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ. പിന്നെ ഇൻഫാന്റ് സ്കൂൾ അഥവാ ശിശുവിദ്യാലയം എന്ന ആശയത്തെ വ്യക്തമാക്കി കൊമീനിയസ് 6 വയസ്സ് വരെയുള്ള ശൈശവകാലത്ത് കുട്ടികളുടെ വിദ്യാലയം വീടുകൾ തന്നെയാണ് എന്ന് വാദിക്കുന്നു. അപ്പൊ ഇൻഫാന്റ് സ്കൂൾ, ശിശുവിദ്യാലയം എന്ന ആശയത്തെ വ്യക്തമാക്കി ആര്, നമ്മുടെ കൊമീനിയസ് അല്ലെ. അപ്പൊ എന്താണ്, 6 വയസ്സ് വരെയുള്ള ശൈശവകാലത്ത്, 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലെ കുട്ടികളുടെ വിദ്യാലയം എന്ന് പറയുന്നത് എവിടെയാ, നമ്മുടെ വീട് തന്നെയാണ്. ആ വിദ്യാലയത്തിൽ നിന്നാണ് കുട്ടികൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അതിനുശേഷമാണ് കുട്ടി വിദ്യാലയത്തിലേക്ക് പോകുന്നത്. വീടാണ് ആദ്യത്തെ വിദ്യാലയം, അമ്മയാണ് ആദ്യ ഗുരുനാഥ അല്ലെ. നമ്മൾ എപ്പോഴും പറയുന്നതാണത്, മാതാ പിതാ ഗുരു ദൈവം എന്നാണ്. അമ്മയാണ് നമ്മുടെ ആദ്യ ഗുരുനാഥ, പിന്നെ ഉള്ളു ഗുരുക്കന്മാരും ദൈവന്മാരും പോലും അല്ലെ. അതല്ലേ നമ്മുടെ ആപ്തവാക്യം, കേട്ടിട്ടില്ലേ ആപ്തവാക്യം, മാതാ പിതാ ഗുരു ദൈവം. അപ്പൊ വീടാണ് നമ്മുടെ ആദ്യ വിദ്യാലയം. ശിശുവിദ്യാലയം അതാണ് ഇൻഫാന്റ് സ്കൂൾ. ഇൻഫാന്റ് സ്കൂൾ എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്, കൊമീനിയസ് ആണ്. 1 വേർഡ് ചോദിക്കാവുന്നതാണ്. പിന്നെ കായികവും മതപരവും മാനസികവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഈ കാലഘട്ടത്തിൽ അവർക്ക് വീട്ടിൽ നിന്നാണ് നൽകേണ്ടത്. കായികമായിട്ടുള്ള വിദ്യാഭ്യാസം, മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം, മാനസികമായിട്ടുള്ള വിദ്യാഭ്യാസം ഒക്കെ നമുക്ക് വീട്ടിൽ നല്ല കിട്ടുക. പിന്നെ ഇന്ദ്രിയം നൽകേണ്ടത് പിന്നെ വീട്ടിൽ നിന്നാണ്. പിന്നെ ഇന്ദ്രിയ വിദ്യാഭ്യാസം, സെൻസറി എഡ്യൂക്കേഷൻ. എന്താണ് സെൻസറി എഡ്യൂക്കേഷൻ? ഇന്ദ്രിയ വിദ്യാഭ്യാസം വേണ്ട വിധത്തിൽ നടത്തുവാനും ശൈശവകാലത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. എന്തൊക്കെയാണ് ഇന്ദ്രിയ വിദ്യാഭ്യാസം? സെൻസറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാവും? ശരിയായ രീതിയിൽ നല്ലത് കാണുവാനും, നല്ലത് ചിന്തിക്കാനും, നല്ലത് കേൾക്കാനും, നല്ലത് ചെയ്യാനും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ. അതൊക്കെ കുട്ടികൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ വീടുകളിൽ നിന്നാണ്. കളികള്, കഥകള്, ഗാനങ്ങള്, കരകൗശലം എന്നിവയിലൂടെയാണ് ഈ അവസരത്തിൽ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പഠിപ്പിക്കേണ്ടത്. അപ്പൊ പ്രധാനമായിട്ടുള്ള പോയിന്റ്സ് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പോയിന്റ്സ്? ഞാൻ ഒന്നും കൂടി പറയാം. 1592 ചെക്കോസ്ലാവിക്കയിലെ മൊറേവിയ എന്ന ഗ്രാമത്തിൽ ജനിച്ചു. ജോൺ അമോസ് കൊമീനിയസ് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പേര്. പിന്നെ 1670 അദ്ദേഹം മരിച്ചത്.
കൊമീനിയസിന്റെ വിദ്യാഭ്യാസ ചിന്തകൾ അദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങളിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദ ഗ്രേറ്റ് ഡിഡാക്റ്റിക് ആൻഡ് ദ ഗേറ്റ് ഓഫ് അൺയോക്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള 2 കൃതികളിലാണ്. പിന്നെ കുട്ടികൾക്കുള്ള കഥകള്, അതേപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകങ്ങൾ എന്നിവയൊക്കെ തന്നെ ആര് എഴുതിയിട്ടുണ്ട്? നമ്മുടെ കൊമീനിയസ് എഴുതിയിട്ടുണ്ട്. പിന്നെ കൊമീനിയസിനെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു വിദ്യാഭ്യാസ ചിന്തകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഫ്രാൻസിസ് ബേക്കൺ. പിന്നെ എന്താ പറയാ, വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായിട്ട് കൊമീനിയസ് സ്ഥാപിച്ചിട്ടുള്ളത് 3 കാര്യങ്ങളാണ്: അറിവ്, നന്മ, ഭക്തി. നോളജ്, വിക്ടർ, പൈറ്റി. ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായിട്ട് കൊമീനിയസ് പ്രസ്താവിച്ചിട്ടുള്ളത്. പിന്നെ പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ 3 താക്കോലുകളായിട്ട് 3 ഇമ്പോർട്ടന്റ് കീസ് ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ട് അദ്ദേഹം പറയുന്നത് നല്ല ഗുരുക്കന്മാര്, നല്ല പുസ്തകങ്ങള്, നല്ല പഠന രീതികൾ എന്നിവയാണ്. പിന്നെ ഇൻഫാന്റ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ആശയം കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? കൊമീനിയസ് ആണ്. 6 വയസ്സ് വരെയുള്ള ശൈശവകാലത്ത് കുട്ടികളുടെ വിദ്യാലയം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, നമ്മുടെ വീട് തന്നെയാണ് എന്നുള്ളതാണ് ഈ ഇൻഫാന്റ് സ്കൂൾ എന്നതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പിന്നെ സെൻസറി വിദ്യാഭ്യാസം അല്ലെങ്കിൽ സെൻസറി എഡ്യൂക്കേഷൻ, ഇന്ദ്രിയ വിദ്യാഭ്യാസം കുട്ടി വീട്ടിൽ നിന്നാണ് പഠിക്കേണ്ടത് എന്നും പറയുന്നുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ ക്ലിയർ ആണോ? ഓക്കെ. ഇനി കൊമീനിയസ് കഴിഞ്ഞില്ല. കൊമീനിയസിനെ കുറിച്ചുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെ കഴിഞ്ഞുള്ളൂ. ഇനി അദ്ദേഹത്തിന്റെ മെത്തഡ് ഓഫ് ടീച്ചിങ് അവിടെ കിടക്കുന്നു. മെത്തഡ് ഓഫ് ടീച്ചിങ് ഇതേപോലെയാണ് ഓരോരുത്തരെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കുറച്ച് പേരൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇതിൽ കുറെ പേരുണ്ട്. പ്രധാനപ്പെട്ട സ്വാമി വിവേകാനന്ദൻ, മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ ടാഗോർ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ജോൺ ഡുയി, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ അങ്ങോട്ട് എടുക്കാം. പ്രബല് കിൻഡർ ബാറ്റർ മെത്തേഡ് ഒക്കെ നമ്മൾ പഠിച്ചല്ല. ആൽഫ്രഡ് പ്രബല്ലേ, മറന്നുപോയാ? പ്രബൽ കേട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ മറിയ മോണ്ടിസോറി, മറന്നുപോയാ? മറിയ മോണ്ടിസോറി. ഇത്രയും കാര്യങ്ങളൊക്കെ കുറച്ചൊരു 5-6 ആൾക്കാരെ നമുക്ക് ഇതിൽ പഠിക്കാം. ഇതിൽ കുറെ ആൾക്കാരുണ്ട്, 5-6 ആൾക്കാരൊന്നും അല്ല. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു 2-3-4 ആൾക്കാർ, 5-6 ആൾക്കാർ എങ്ങനെയെങ്കിലും അങ്ങോട്ട് പഠിച്ചു പോവാം. അപ്പൊ അങ്ങനെ ഈ ചാപ്റ്റർ കൂടി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ വേഗം തീരും. ഇതാണ് വലിയ ചാപ്റ്റർ. ഇതിൽ കുറെ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് പ്രധാനപ്പെട്ടത് മാത്രം പറയാം. പിന്നെ അത് വേഗം തീരും. ഓക്കെ. ഈ കാണാത്ത ആൾക്കാരോട് റെക്കോർഡ് കാണാൻ പറയാം കേട്ടോ, ഗ്രൂപ്പിൽ പറയാം. നമുക്കിപ്പോ ഓരോരുത്തരുടെ ടൈം വെച്ചിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ ടൈമിലെ ക്ലാസ് എടുക്കാൻ പറ്റും. അപ്പോ ഇനി കാണാൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യാ? റെക്കോർഡ് ക്ലാസ് കാണുക. റെക്കോർഡ് എന്തായാലും ഉണ്ടാവുമല്ലോ. മിസ് നാളെ ക്ലാസ് ഉണ്ടോ? മാക്സിമം എടുക്കാൻ നോക്കാം കേട്ടോ. നമുക്ക് പറ്റുന്ന. എനിക്ക് പിന്നെ തേഴ്സ്ഡേയും സാറ്റർഡേയും എനിക്ക് വേറെ ക്ലാസ് ഉണ്ടാവും. അപ്പൊ അന്ന് എടുക്കാൻ പറ്റില്ല. പിന്നെ സൺഡേ അല്ലേ നമുക്ക് പറ്റൂ. അപ്പൊ നാളെ എടുക്കാം നമുക്ക്. ഓക്കെ, നാളെ ഫ്രണ്ട്സ് വിളിക്കാറുണ്ടെങ്കിൽ അവരോടൊക്കെ പറയാ റെക്കോർഡ് കാണാൻ കേട്ടോ. പിന്നെ എക്സാം ആവുമ്പോ വളരെ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിലേ. ഓക്കെ, നമുക്ക് ചെയ്യാല്ലേ? Okay, bye. All of you. Good night. Thank you, Miss. Good night. Okay.